അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിൻ്റെ ശേഷവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പുണ്യകർമ്മമാണ് ഇസ്തിഗ്ഫാറുകളും തൗബകളുമൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ അൻ തസുറഹു സ്വഹീഫത്തുഹു ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖകൾ അത് കണ്ട് നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്നവർക്ക് മംഗളാശംസകൾ നേർന്നു. തൂബ ലിമൻ വജദ ഫി സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നിങ്ങളുടെ കർമ്മരേഖകളിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചവർക്ക് മംഗളാശംസകൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എപ്പോഴും ധാരാളമായി കൊണ്ട് പാപമോചന പ്രാർത്ഥനകൾ നടത്തുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എന്നുള്ളത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നടത്തുന്ന ആളുകളായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ അതിന് മാതൃകയായിട്ടുമുണ്ട്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലൂടെ പറഞ്ഞു, സത്യവിശ്വാസികൾ അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ, നീ ഞങ്ങളോട് പുറത്തു നൽകിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിശ്ചയമായി കൊണ്ടും നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ്. അതേപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ അള്ളാഹു ഈ ഗുണത്തെ എടുത്തു പറയുന്നുണ്ട്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സൂറത്ത് മുഹമ്മദിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹു അല്ലാത്തവർ ഒരു ആരാധനക്കർഹനായിക്കൊണ്ട് ആരുമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ വസ്തഗ്ഫിർ ലിദംബിക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോരുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. പടച്ച റബ്ബ് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പം അതേപോലെ തന്നെ പടച്ച റബ്ബിൽ നിന്ന് വലിയ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. രാവും പകലും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് മനുഷ്യരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അവർ രാവിലെ തെറ്റ് ചെയ്യുന്നവർ രാത്രി പാപമോചന പ്രാർത്ഥന നടത്തിയാൽ, രാത്രി തെറ്റ് ചെയ്യുന്നവർ പകലിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു അത് പുറത്തു നൽകുവാൻ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം വിശാലമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകൾ ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകൻ്റെ ദിനചര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട പാപമോചന പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാർ അടക്കമുള്ള പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.